ഹായ് ഗൈസ്, നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് നമ്മൾ വിഷയമാണ്. നമ്മുടെ ഒരു കിടിലം വീഡിയോ എടുക്കുന്നത് സീസൺ വൈസിലാണ്. നമ്മൾ ഗൈസ് പുതിയ ഷെയറായിട്ട് വിശ്വസിക്കുന്നത് ഗൈസ്. നമ്മുടെ പുറകിൽ ഒരു പരിപാടി നടക്കുന്നത് മൈക്ക് അവിടുത്തെ ഓണാണ് ഗൈസ്. അതിൻ്റെ ചെറിയ വിഷയമാണ്. അത് നിങ്ങൾ കളിക്കുന്നത് ഒരു പൊളി കളിയാണ് ഗൈസ് നമ്മൾ കാണാൻ പോകുന്നത്. എന്നിട്ട് ആദ്യത്തെ 2 റൗണ്ട് വെറും വൃത്തിക്കലാണെങ്കിൽ പിന്നെ അങ്ങോട്ട് ഗൈസ് പൊളിയാണ് ഗൈസ്. നമ്മൾ ഫുള്ള് കാണും ഗൈസ്. നമുക്കത് മാറ്റാനുള്ള എനിക്കത് ക്ലിയറായിട്ട് അറിഞ്ഞൂടാ ഗൈസ്. ആ സൗണ്ട് മാറ്റാം. അതുകൊണ്ടാണൊന്ന് ക്ഷമിക്കണേ ഗൈസ്. ഒന്ന് ക്ഷമിക്കണേ, നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണേ. അപ്പം ഫസ്റ്റ് ആദ്യത്തെ റൗണ്ട് നിങ്ങളൊന്ന് നിർത്തിയില്ല, ബാക്കി അങ്ങോട്ട് പിന്നെ കിടിലായിരിക്കും ഗൈസ്. കണ്ടോ? ഐശ്വര്യ ഇതുവഴി വന്നപ്പോൾ ഇവിടെ ആരെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചാണ് ഗൈസ് വന്നത്. പക്ഷേ ഇവിടെ ഒരു മനുഷ്യ കുഞ്ഞുപോലും ഇല്ല ഗൈസ്. അതാണ് വലിയത്. പിന്നെ ഞങ്ങൾ ആളെ തപ്പിത്തോട്ടെ ഏതേ അങ്ങോട്ട് പോകണം. അപ്പോഴേ ഇവിടെ നന്നായിരുന്നു. അപ്പം തന്നെ ആവേണ്ട ഓറിയോണും ഇട്ട് ലാസ്റ്റ് അതിനെ തന്നെ പറഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ നോക്കിയിട്ട് മത്സരം നോക്കിയിട്ട് നോക്കാൻ പിടിച്ചു പോകും. പിന്നെ നേരെ സപ്പോർട്ട് ടീമേറ്റും കിട്ടി. പിന്നെ വേറെ ഒരു കുമ്പം കിട്ടി. മത്സരം ആ കുമ്പൻ അങ്ങ് ഫിനിഷ് ചെയ്തു. ഫിനിഷ് നമ്മൾ അടുത്തൊന്നും അല്ലാണ്ട് ഇവൻ കാരണം കളി പോയത്. കാരണം യൂസ് വെച്ച് തല്ലവയ്ക്കിൻ്റെ പൊട്ടിച്ചിട്ടുണ്ട് ഗൈസ്. ഗൈസ് മെഡ് അടിച്ചിട്ട് അങ്ങോട്ട് പോയി. ലാസ്റ്റ് ഒരുത്തരും കൂടെ ഉള്ളായിരുന്നു. റഷ് ചെയ്തില്ലായിരുന്നു. മണ്ടത്തരമായി പോയി. ഞാൻ മറ്റേ അത് ഇങ്ങനെ വെട്ടി കൊന്നാൽ മതിയാണ്. ഞാൻ വലിയ മണ്ടത്തരം കാണിച്ചു. വെറും പൊട്ടത്തര നോക്കി ഇത്രയും വലിയ മണ്ടൻ. അവന് ഐസും കൊടുത്ത് ഞാൻ എൻ്റെ ഐസായിരുന്നു വയസ്സ്. നിങ്ങൾ നോക്ക് 3 കില്ലുണ്ടായിരുന്നു വയസ്സ്. എനിക്ക് എൻ്റെ ഐസായിരുന്നു നിങ്ങൾ കണ്ടത്. ഈ റൗണ്ട് പിടിക്കാനുള്ള പ്രതീക്ഷയിൽ നമ്മൾ നേരെ തോമസിനൊക്കെ എടുത്ത് മൂവ്മെൻ്റൊക്കെ കാണിക്കാൻ തുടങ്ങി. നമ്മൾ ഒരു ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾ കാണും വലിയ മൂവ്മെൻ്റൊക്കെ കാണിക്കുകയാണ്. കളിയാണോ പക്ഷേ ഇതിനകത്ത് ഒരു മണ്ടത്തരം കാണിച്ചിട്ടുണ്ട്. നല്ലൊരു മണ്ടത്തരം, നല്ല രീതിയിലൊരു മണ്ടത്തരം കാണിച്ചിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ അവിടെ 2 പേര് നിൽക്കുന്നു. ഒരു അങ്ങോട്ട് സൈഡിലോട്ട് റഷ് ചെയ്ത് മാറി നോക്കുമ്പോൾ അതായത് ഇവിടെ നോക്കുമ്പോൾ എനിക്ക് നല്ല അടി കിട്ടി. ഞാൻ ആ സമയം നോക്കുമ്പോൾ ആ 3 പേരുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. നമുക്ക് തന്നെ കാണാൻ പറ്റും. അവിടെ ഒരു 3 പേരെങ്കിലും കാണും ഗൈസ്. കണ്ടോ സ്കോഡ് അത് ഇതൊക്കെ 3 പേരാണ്. ഇവിടെയൊക്കെ എനിക്ക് പണിയാവുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബാക്ക് വലി വന്നപ്പോൾ എല്ലാം അപ്പുറത്തെ കുറച്ചുകൂടെ ഡാം ഉണ്ടായിരുന്നു. കാണും കുറേ അടി കൊടുത്തിട്ടുണ്ട് ടീമേറ്റൊക്കെ. ഞാൻ എന്ത് ചെയ്തു ഉടനെ തോമസിന് എടുത്തിട്ടില്ല. തല നോക്കി എടുത്തു. 2 കില്ല് ഈസിയായിട്ട് നമുക്ക് 2 കില്ല് നമ്മൾ അതിൻ്റെ കൊണ്ടിട്ട് നമ്മൾ ഈ കളി പിടിക്കുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം 3 അവർ 2 പേരേ ഉള്ളൂ. അപ്പം ഞാൻ ഇവിടെ ഒരുത്ത് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആ നേരെ വലിയ വീടിൻ്റെ അടുത്ത് ഒരു നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നിന്ന് കയറും. പക്ഷേ ഞാൻ അവിടെ ആരും ഇല്ലെന്ന് വിചാരിച്ച് ഒരു മണ്ടത്തരം കാണിച്ചു. പക്ഷേ അവനവിടെ ഒരുത്തനുണ്ടായിരുന്നു. അവനില്ല അവനെ അടിക്കാൻ പോയപ്പോൾ കുറേ നടന്നൊരു അടിയൊന്നും അത് വെറും മണ്ടത്തരമായിപ്പോയി. ഞാൻ അങ്ങോട്ട് കണ്ടില്ല. ഞാൻ വിചാരിച്ചു അവൻ അവിടെ ഇല്ലെന്ന്. ഞാൻ വിചാരിച്ചു അവിടെ ഇല്ലെന്ന്. ഞാൻ മനസ്സിലാക്കി അവിടെ ഉണ്ടെന്ന്. പിന്നെ ഈ കളി പിടിക്കുമെന്ന് തോന്നുന്നു, പ്രതീക്ഷയുണ്ട്. നിങ്ങൾ കണ്ടിട്ട് പറ. പിന്നെ കളി എങ്ങനെയുണ്ടത് കമൻറ്റ് ചെയ്യണം ഗൈസ്. പിന്നെ ലൈക്കൊക്കെ അടിക്കണം ഗൈസ്. ലൈക്ക് സബ്സ്ക്രൈബൊക്കെ അടുത്തുകൊണ്ട് ബെല്ലൈക്കനൊക്കെ അടിക്കാം. ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ അപ്പം തന്നെ ഇത് വരും. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് കാണാം. ചേച്ചിയുടെ കൂട്ടുകാരൻ അക്ഷയുടെ കൂടെ കളിക്കുന്നവരെ പറയുമല്ല. ഇവൻ വലിയ കളിയൊന്നും ഇല്ല, ചെറിയൊരു കളിയാലേ ഉള്ളൂ. എന്നാലും ഇവൻ ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അതുകൊണ്ടാണ് ഇവനെ കിട്ടിയത്. മണ്ണ ഓൾഡ് പ്ലെയറാണ് പുള്ളി. ഇതാണ്ട് കണ്ടോ, ഓൾഡ് പ്ലെയറാണെന്ന് ഓർത്തിട്ട് ഇതാണ് പോയി ചത്തേക്കുന്നു. അപ്പം തന്നെ എൻ്റെ ടീമേറ്റിനെ അപ്പം തന്നെ റിവൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കാണ് ഈ കാലമായിട്ട് മാണ്ടകീട്ടുണ്ട്. സൈഡിൽ നിന്ന് എല്ലാം അടിച്ചത് നേരെ അവനെ കയറി ഫിനിഷ് ചെയ്തു. അപ്പോൾ ഒരു 2 കൂടെ ഉണ്ട്. നമുക്ക് പിടിക്കാനൊന്നും പ്രതീക്ഷയില്ല.
അപ്പം തന്നെ ഒരുത്തനും കൂടെ ഇല്ല. ഞാൻ പെട്ടെന്ന് ടീമിൽ നിന്ന് പൊക്കാൻ വേണ്ടി ലുവാളില്ലായിരുന്നു ഇല്ലായിരുന്നു ഞാൻ നൈസിന് മെഡിക്കറ്റ് അടിക്കും. ഇപ്പോൾ ചെന്നാൽ വേറെ പണി കിട്ടും. അതുകൊണ്ടില്ല അവനെ വീട്ടിൽ കയറിയിട്ടുണ്ട്. അത് നമ്മൾ മെഡിക്കറ്റ് അടിക്കുമെന്ന് ആമസോണിൽ കയറി ചത്ത് ഗൈസ്. എൻ്റെ AC പിന്നെയും പോയി. നമുക്ക് ഇനി അങ്ങോട്ട് ഇനി കളി പിടിക്കും ഗൈസ്. കംബാക്കാണ്, ചെറിയൊരു കംബാക്കും കൂടെ ഉണ്ട്. ഒരു കളിയും കൂടെ തോക്കുന്നു ഗൈസ്. ഇനി കംബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ കളിക്കാൻ തുടങ്ങി. ഒരു കംബാക്ക് വേണമെന്ന് പറയും, മാസം വേണമെന്ന് പറയാൻ നമ്മൾ കളിക്കാൻ തുടങ്ങി. മാസം സീപ്പോട്ടെ ഫ്രണ്ട് ഗൈസ്. ഞാൻ ഇങ്ങോട്ട് ഇട്ടാൻ പറയാം. നമ്മൾ നേരെ കയറി റഷ് ചെയ്യാൻ പോവാണെന്ന് നേരെ കയറി റഷ് പോകണം. സൈഡിൽ കൂടെ ആദ്യം ചെന്ന് ഗൈസ്. അവിടെ ഇനിയും കേട്ടോന്ന് എനിക്ക് നല്ല ഒത്തി കയറി. ഇവിടെ സൈഡ് വഴി എലിമി വരുന്നതാണ് ഗൈസ്. ഓ ഇല്ല, അവിടെ ഉണ്ട് അവിടെ തന്നെ ഉണ്ട് ഗൈസ്. ഇനിമി നൈസിന് ബ്ലാക്ക് വരുന്നുണ്ട്. നേരെ അടിച്ചാനിട്ട് അവിടെ ഇരിക്കുമ്പോൾ സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. നമ്മൾ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നത് ഞങ്ങൾ ഇവിടെ നോക്കി തന്നെയാണ്. പക്ഷേ ഇവിടെ പട്ടിക്കുന്നില്ല. നമ്മുടെ നേരെ കയറിച്ചൊന്ന് അടിക്കാൻ പോയി. ചെറിയ പേടി ഉണ്ടായിരുന്നു. എല്ലാം നോക്കി ഞാൻ മാത്രമേ ഭയങ്കര പേടിയായിരുന്നു. ഒരുത്തിനെ പൊക്കിയിട്ട് ഇത് മന്ത്രം ഇതിനെ കൊല്ലാൻ നേരത്തെ മൂക്കിലാക്കി അടിച്ച് ചോദിച്ചു. അതാണ് ഈ മണ്ണക്കളി കളിച്ചത്. അങ്ങനെ ഈ റൗണ്ട് കംബാക്ക് അടിച്ച് പിടിച്ചിട്ടുണ്ട്. ഈ റൗണ്ട് അതിൽ റിമോട്ടും കാച്ചി മറുപടി ഷോ കാണിക്കാൻ വേണ്ടി റിമോട്ടും കാച്ചിട്ട് നമ്മൾ ഇത്ര മുകളിലേക്ക് വരുന്നു. നമ്മുടെ കൺട്രോൾ ഇമോട്ടിട്ട് നമ്മൾ പുതിയ ട്രിക്കൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കൊളാബറേഷന് ശേഷം ഇങ്ങനെ കുറേ അടി സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എനിക്കിത് ഇഷ്ടപ്പെട്ടിരുന്നു നിൽക്കുന്നതാണ്. ആ സൗണ്ടൊക്കെ നെയ്റോട്ടയുടെ എനിക്ക് നെയ്റോട്ട ഞാൻ കുറച്ച് അറിയൂടെ. യോബിറ്റോ എന്നുള്ള ഈ പേരിട്ടത് ഞാനല്ല, എൻ്റെ ചേട്ടൻ പറഞ്ഞിട്ടാണ് യോബിറ്റോ എന്നുള്ള പേര്. പക്ഷെ നല്ല പേരായിട്ട് എനിക്ക് തോന്നി. ഞാൻ ഫ്രണ്ടിൽ വെച്ച് നിൽക്കുന്നത് നമുക്ക് രണ്ട് അടിയൊന്നും ഒന്നുമില്ല. നമ്മൾ നേരെ റഷ് ചെയ്യുന്നു. റഷ് ഒന്നും ഇവിടെ വെക്കുമ്പോൾ ആളെ കാണുന്നില്ല. പിന്നെ അപ്പുറത്തോട്ടങ്ങ് പോയി. ഞാൻ മനസ്സിലായത് സ്റ്റേ ഓടിപ്പോയാണ്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ച് മുകളിൽ കുറവാണെന്ന് നിൽക്കുന്നത്. ഇവിടുത്തെ നല്ല ഡാം കൊടുത്തപ്പോൾ തന്നെ നമ്മൾ നൈസിന് ഇപ്പുറത്തോട്ട് പോയി. നമുക്ക് ബോളിൽ കളിക്കാൻ വേണ്ടി നൈസിന് മുകളിലോട്ട് കയറുവാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട് കൂടെ നൈസിനാണ് മുകളിലോട്ട് കയറി. ഈ ബാക്ക് ബോൾ അവനെടുക്കാൻ പോകുന്നതിനെ വെച്ച് രക്ഷപ്പെടാൻ വേണ്ടി കയറിച്ചൊന്നും വല്ല ഒരാവശ്യമില്ല. പൊതിഞ്ഞിട്ടടിച്ച് പണച്ചിട്ടടിച്ച് വെറുതെ വെറും കഴുപ്പ് ജാതി കഴുപ്പ് പല്ലിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അവിടെ ഒരുത്തനുള്ളൂ. ചക്ക സീൻ കളിയാണ്. അതാ നമ്പർ ലൈക്ക് ഈ കളി പിടിക്കില്ലയോ അവൻ്റെ ഈ കളി അപ്പോൾ തന്നെ അക്ഷയ് ചാവാറായി. എന്നിട്ട് ഇവനൊന്നും അനുഭവമില്ല ഗൈസ്. അപ്പോൾ തന്നെ ഈ അക്ഷയ പടം ആറാണ്. നമ്മുടെ ഫ്രണ്ട് പടം ആറാണ്. ആ സമയം ചാർക്കൻ നാടകം അടി വരുന്നു. പിന്നെ അവനവിടെ രണ്ടിൻ്റെ നിന്ന് കറങ്ങി. എന്നിട്ട് കാർ കച്ചവടം ഇരിക്കുന്നത് രണ്ടിൻ്റെ നിന്ന് കറങ്ങി. ഞാൻ നോക്കുക അവൻ്റെ ഐഡിയ ഉണ്ടോ ഗൈസ്? വിരാട് ഐഡിയ. ഷോ പട്ടി ഷോ. പിന്നെ നമ്മുടെ ലാസ്റ്റ് റൗണ്ടാണ് നമ്മൾ കംബാക്ക് വന്നേക്കുന്നത്. നല്ലൊരു കംബാക്കാണ് കഴിക്കുന്നത്. ഗൈസ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കളിക്കുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങളുടെ പല പല കമൻറ്റ് നിങ്ങൾക്ക് പറയാനുള്ള എന്ന് പറയുക. എൻ്റെ കളി എങ്ങനെയുണ്ട് നിങ്ങളുടെ കളി പറയാൻ ആദ്യം പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പറഞ്ഞു. പക്ഷേ പിന്നെ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് കഷ്ടമുണ്ട് ഗൈസ്. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ജസ്റ്റ് ആ ബട്ടൺ വയ്ക്കാൻ മതി. ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ആണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക.
അടുത്ത വീഡിയോ ലോങ് വീഡിയോ ആണ് ഷോർട്ട് വീഡിയോ കാണുന്നത്. ഞാൻ കുറേ ഷോർട്സ് ഇട്ടിട്ടുണ്ട് എഡിറ്റ് ചെയ്തിട്ട്, അതൊക്കെ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ നമ്മുടെ ഇനി ഓരോ ഓടിയിട്ടുണ്ട്, നമ്മൾ കുറേ ഓടുന്നു. സൈഡിൽ കൂടെ അതിന് പോകുന്നുണ്ട്, അതിന് അവരുടെ കുറേ കിടന്നു. അതുകൂടെ പോയി കില്ല് കിട്ടത്തറിയാം, കില്ല് കിട്ടത്തില്ലെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ ഇനിയുടെ അടുത്തോട്ട് നേരെ റഷ് ചെയ്തു. ഇവർ സ്കൂളിൻ്റെ നടി കിട്ടി കഴിഞ്ഞ തൊട്ട് ചാവുമെന്ന് വിചാരിച്ചു, പക്ഷേ ചത്തില്ലേ. അപ്പോഴാണ് ഈ ഓടി വന്ന് ഒരുത്തം കയറുന്നത്. ഇവൻ എന്നെ കണ്ടില്ല, ആ നേരെ റഷ് ചെയ്തങ്ങ് കയറി. റഷ് ചെയ്തിട്ട് അവനെ മണ്ട നോക്കി പറഞ്ഞ പിടിച്ച് ഹെഡ് ഷോട്ട് കൊടുത്തു. നല്ലൊരു അടിയായിരുന്നു. പിന്നെ ഒരുത്തരും കൂടെ ഉള്ളായിരുന്നു, നമ്മൾ പട്ട ഷോട്ട് കൊടുക്കാമെന്ന് ചോദിച്ചു. എനിക്ക് കളി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കുള്ള അഭിപ്രായം എല്ലാം കമൻറ്റ് ചെയ്യുക.